ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേക്കും മുഖത്ത് കുരു വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് ഒരു കാര്യം പോലും മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പണി കിട്ടാനുള്ള കാര്യങ്ങളുണ്ട്. ജീവിതകാലം മുഴുവനും ഈ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ നിൽക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കാം. ഇതിൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് ചീന്തിയെടുത്ത കാര്യങ്ങളും ഉണ്ട്, അതുപോലെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇനി കുരു ഇല്ല എന്നുണ്ടെങ്കിൽ കുരു ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ എൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് നല്ല ആക്നെ പ്രോൺ സ്കിന്നാണ്. എനിക്കൊരു കോമ്പിനേഷൻ, പണ്ടൊക്കെ എനിക്ക് നല്ല ഓയിലി സ്കിൻ ആയിരുന്നു. പിന്നീട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിൻ ടൈപ്പ് മാറും. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. സ്കിൻ ടൈപ്പ് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ മാറും. അതുപോലെ നമ്മൾ 5 വർഷം കൂടുമ്പോൾ സ്കിൻ ടൈപ്പ് മാറും. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. സ്കിൻ ടൈപ്പ് മാറും. എല്ലാ സമയത്തും ഒരു സ്കിൻ ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ കറന്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ്. പക്ഷെ ഇത്രയും നാളൊന്നും എനിക്ക് അത്രയും ആക്നെ പ്രോൺ സ്കിന്നൊന്നും ആയിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നൊരു 1 year ആയിട്ട് നല്ല രീതിയിൽ ആക്നെ പ്രോൺ സ്കിന്നാണ്. പ്ലസ് PCOD കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുഖത്ത് കുരു വരും. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് മുട്ടായി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ വർഷം പകുതി വരെയും നല്ലോണം കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനാണെങ്കിൽ എപ്പോഴും കഴിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ നല്ല രീതിയിൽ കുറച്ച് ഇപ്പം തന്നെ അങ്ങനെ തീരെ അങ്ങ് കഴിക്കുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം. പിന്നീട് എനിക്ക് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മധുരം എനിക്ക് നല്ല, ഇനി ആർക്കാണെങ്കിലും നല്ല രീതിയിൽ ആക്നെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മധുരം കഴിവതും കഴിക്കാതിരിക്കുക. കാരണം നല്ല രീതിയിൽ ഈ മധുരം കഴിക്കുന്നതുകൊണ്ട് കുരു കൂടാനുള്ള പോസിബിലിറ്റി നല്ല രീതിയിൽ കുരു കൂടും. അതുകൊണ്ട് തന്നെ മധുരം കുറയ്ക്കുക. സ്കിൻ ഇഷ്യൂ നല്ല രീതിയിൽ വരും. അപ്പം നിങ്ങൾക്ക് അങ്ങേറ്റം ക്രേവ് ചെയ്യുമ്പോഴൊക്കെ കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് ആണ്, അത്രയും സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ കഴിക്കുന്നതിനൊന്നും ഞാൻ പറയത്തില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചീറ്റ് മീൽസ് ഒക്കെ ഒരു പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ്. എൻജോയ് യുവർ സെൽഫ്. പക്ഷെ അല്ലാത്തുള്ള സമയങ്ങളിൽ കഴിവതും ഒന്ന് കുറയ്ക്കാൻ നോക്കുക. അതിൻ്റെതായ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും സ്കിന്നിന്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് കുറച്ച് മുന്നേ, ഇപ്പം നല്ല തണുപ്പും മഴയൊക്കെയാണ്, കുറച്ച് മുന്നേ നല്ല ചൂടാകുന്ന സമയത്ത് എപ്പോഴും ഈ പെപ്സി കുടിക്കുന്ന ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു. ആ ഒരു നമ്മൾ ഈ ചൂടും വെയിലത്ത് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെന്തുരുകുന്ന ഒരു സംഭവമില്ലായിരുന്നു. പക്ഷെ അത് കാരണം എനിക്ക് പെട്ടെന്ന് കുരു വരികയും ഭയങ്കര സിവിയർ ആയിട്ടുള്ള കുരുക്കളായിരുന്നു വന്നുകൊണ്ടിരുന്നത് തന്നെ. പക്ഷെ ഞാൻ എന്നും ആ സംഭവം നിർത്തി, അല്ലെങ്കിൽ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ട് ഞാൻ നിർത്തി. ഇപ്പൊ അങ്ങനെ തീരെ കുടിക്കുന്നില്ലെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുരു കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും മധുരമുള്ള ആഹാരങ്ങൾ കുറയ്ക്കാൻ നോക്കാം. ഇതുപോലത്തെ ഉള്ള ഡ്രിങ്ക്സ് പലതും നല്ല രീതിയിൽ കുറയ്ക്കാം. നിങ്ങൾക്ക് അത്രയും കുടിക്കണമൊക്കെ തോന്നുന്നെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. പക്ഷെ എന്നും അങ്ങനെ ആക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ മിക്ക ദിവസവും അത് കുടിക്കുന്ന ഒരു സംഭവം കഴിവതും അവോയ്ഡ് ചെയ്യാം. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുരു വന്നു കഴിഞ്ഞാൽ ജന്മത്തിൽ പൊട്ടിക്കരുത്. എനിക്ക് ഭയങ്കര സ്ട്രെസ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ വരുമ്പോൾ ഞാൻ ചില സമയത്ത് കുരു പൊട്ടിക്കാറുണ്ട്. ആ കുരു പൊട്ടിച്ചിട്ടുണ്ടോ എനിക്ക് നല്ല പണി കിട്ടിയിട്ട്, നല്ല പണി എന്ന് പറയുമ്പോഴേക്കും നല്ല രീതിയിൽ കുരുവിന്റെ പാട് കിടക്കും. പാട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4-5 മാസം, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പല വീഡിയോസിലും കാണായിരിക്കും ഇവിടെ ഒരു കുരുവിന്റെ പാട്. ഈ ഒരു പാട് ഇനി ഞാൻ മാറണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുരുവിന്റെ പാടൊക്കെ മാറാൻ പറ്റും. പക്ഷേ അല്ലാതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളെടുക്കാം, മാസങ്ങളെടുക്കാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും കുരു പൊട്ടിക്കരുത്. ആ പാടുകൾ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ടൈം എടുത്ത് പതിയെ ഞാൻ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും ഇതൊക്കെ ഫെയ്ഡായി വരുന്നുണ്ട്, നല്ല രീതിയിൽ ഫെയ്ഡായിട്ട് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് നമുക്ക് പോവില്ല. അതാണ് നമുക്ക് ഒരു കുരു വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുരുവിന്റെ പാട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടായിട്ടോ ചിലപ്പം നല്ല ഫുഡ് ഉണ്ടായിട്ടോ നമുക്ക് കാര്യമില്ല. നല്ല രീതിയിൽ പേഷ്യൻസ് വേണം. ഇതൊന്ന് വർക്കായി വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം എടുക്കും. അതുകൊണ്ട് കഴിവതും കുരു പൊട്ടിക്കാതിരിക്കും. ഇനി പൊട്ടിക്കാതെയും കുരു പോകുമ്പോൾ തന്നെ ഒരു ഡാർക്ക് സ്പോട്ട് വരാറുമുണ്ട് കുറെ പേർക്ക്. അപ്പം അതാണെങ്കിലും ഇതുപോലെ നിങ്ങൾ പാനിക് ആവുമോ, പെട്ടെന്ന് മാറ്റണം എന്നൊന്നും കരുതരുത്. പെട്ടെന്ന് മാറ്റാൻ വഴി ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഒരു മാറ്റിയേ പറ്റൂ എന്നുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഈ കല്യാണമൊക്കെ വരുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് മാറ്റിയേ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് മാറാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അല്ലാതെ നിങ്ങൾ ക്രീമുകൾ പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുത്ത് പതിയെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കാം. എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. പാനിക് ആവാതിരിക്കാം. കുരു പൊട്ടിക്കരുത്. ഇനി അറിയാതെ നമ്മൾ ചൊറിയുമ്പോഴോ മുഖം കഴുകുമ്പോഴൊക്കെ അറിയാതെ കുരു പൊട്ടാറുണ്ടല്ലേ. അപ്പൊ കുരു അങ്ങനെ പൊട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്
ചെറുതായിട്ട് ഏതെങ്കിലും ജെന്റൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് കഴുകുക മുഖം. എന്നിട്ട് തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴുകുക. ഈ ഐസ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒന്നും പറ്റുന്ന ഒരു സാധനമല്ല. ചിലർക്ക് നല്ല രീതിയിൽ മോശമായിട്ടുള്ള സൈഡ് ഇഫക്റ്റുകളും ഉണ്ടാവും, ചിലർക്ക് ഐസ് ബേൺ ഉണ്ടാവും, ചിലർക്ക് കുരു വേഴ്സ് ആവും, ചിലർക്ക് നല്ലതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഐസ് ഞാൻ പറയില്ല, ഒരു തണുത്ത വെള്ളം യൂസ് ചെയ്ത് മുഖം കഴുകാൻ നോക്കാം. പിന്നെ ചൂടുവെള്ളം യൂസ് ചെയ്തു ഒന്ന് മുഖം കഴുകാതിരിക്കുക. പിന്നെ കഴിവതും ഫിൽറ്റേർഡ് ആയിട്ടുള്ള വാട്ടർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് മുഖം കഴുകുന്നതായിരിക്കും നല്ലത്. കാരണം കുറേയൊക്കെ ഈ വെള്ളത്തിനകത്ത് ഉള്ള പൊല്യൂഷൻ കാരണം കുരു വരാറുണ്ട്. എനിക്കിടയ്ക്ക് ആ സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ വെള്ളം മാറിയപ്പോൾ കുരു വരുന്ന സംഭവം കുറെ പേർക്കും ഞാൻ എവിടേക്കോ ഇൻബോക്സിൽ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഇതുപോലെ എവിടേക്കോ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ ഇതുപോലെ വെള്ളം മാറി യൂസ് ചെയ്തിട്ട് കുരു വരുന്ന സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം യൂസ് ചെയ്യുന്നത് അതത്ര ഇത് നോക്കണ്ട. എന്നാലും പിന്നീടെന്ന് പറയുമ്പോൾ ഒരിക്കലും ടവൽ യൂസ് ചെയ്ത് മുഖം തുടക്കരുത്. നിങ്ങൾ ഒന്നി ടിഷ്യൂ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ടിഷ്യൂ ഒക്കെ ഉണ്ടല്ലോ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഫേസ് ടവൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ തന്നെ കാറ്റടിച്ച് ഉണങ്ങുന്നതായിരിക്കും നല്ല മുഖം കഴുകിയിട്ട്. അല്ലാതെ നമ്മൾ ടവൽ യൂസ് ചെയ്ത് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുരു നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് കുരു പൊട്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, കുരു പൊട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ ഡാർക്ക് സ്പോട്ട് വരും. ഡാർക്ക് സ്പോട്ട് വരുന്ന മാത്രമല്ല കുരു പൊട്ടിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇഷ്യൂ. അത് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ബാക്ടീരിയ സ്പ്രെഡ് ആയിട്ട് മുഖം മുഴുവൻ കുരു വരും. പണ്ട് ഞാൻ കുരു പൊട്ടിക്കുമായിരുന്നു. കുരു പൊട്ടിച്ചിട്ട് എനിക്ക് ഇവിടെ എല്ലാം കുരു വരും, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുരു പൊട്ടിക്കരുത്. അമ്മ എന്നിട്ട് പണ്ട് പറയുമായിരുന്നു, മക്കളെ കുരു പൊട്ടിക്കരുത്, ചെയ്യരുത്. കാരണം എൻ്റെ അമ്മ ബ്യൂട്ടീഷ്യനാണ്, അമ്മയ്ക്ക് അറിയാം. പക്ഷെ ഞാൻ കേൾക്കില്ല. കാരണം എനിക്ക് ഇത് ചൊറിയും. എനിക്ക് കാണുമ്പോൾ പ്രശ്നമല്ല, കുരു ഇരിക്കുന്നൊന്നും പ്രശ്നമല്ല, പക്ഷെ എനിക്ക് ചൊറിയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പിച്ചു കയറും. അത് കാരണം എനിക്ക് ആദ്യം പാടുമായിട്ടുണ്ടായിരുന്ന പെട്ടെന്ന് കുരു കൂടാനുള്ള കാരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കുരു ഒരിക്കലും പൊട്ടിക്കരുത്. എന്ത് വന്നാലും കുരു പൊട്ടിക്കരുത്. അതുപോലെ ആവശ്യമില്ലാത്ത കുരുവിൽ ഇങ്ങനെ തൊടരുത്. എനിക്കും ഉണ്ടായിരുന്ന സംഭവം ഇങ്ങനെ ചൊറിയും തൊടുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ചെയ്യരുത്. അത് പെട്ടെന്ന് കുരു ഭയങ്കര വേഴ്സ് ആവാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും ബാക്ടീരിയ, നമ്മൾ അവിടെ തൊടും ഇവിടെ തൊടും, പിന്നീട് മുഖത്ത് തൊടുമ്പോഴേക്കും അത് എവിടെ എല്ലാം കുരു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് ചെയ്യാതിരിക്കുക. പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ കുരു വരുമ്പോൾ മുഖത്ത് അഴുക്കെല്ലാം പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് എനിക്കറിയാം നല്ല രീതിയിൽ ഫേസ് വാഷ് ഇട്ടും അല്ലാതെയൊക്കെ നല്ല രീതിയിൽ മുഖം കഴുകും. അഴുക്കൊക്കെ അങ്ങ് പോട്ടെ, കുരുവൊക്കെ അങ്ങ് പോട്ടെ എന്ന് എഴുതിയിട്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അത് കുരു കൂട്ടാനും അതുപോലെ കുറയ്ക്കാനുള്ള പോസിബിലിറ്റി കുറയ്ക്കാനും നല്ല രീതിയിൽ കുരു കൂട്ടാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ചെയ്യാതിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ കുരു വരുമ്പോഴേ കുറെ പേര് ചെയ്യുന്നതാണ്, ഓക്കെ ഇനി മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓയിലി ആവും, അതുകൊണ്ട് കുരു കൂടും, അതുകൊണ്ട് മോയ്സ്ചറൈസർ ഇടണ്ട, സൺസ്ക്രീൻ ഇടണ്ട, എനിക്ക് മുഖത്തൊന്നും ഇടണ്ട, മുഖത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ കുരു കൂടും എന്നൊരു സംഭവം. ഏതെങ്കിലും പ്രോഡക്റ്റ് ഇട്ടാൽ കുരു കൂടും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. കാരണം കുരു നമ്മൾ കുറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ആ കുരു കുറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിറം വേണ്ട, ഒന്നും വേണം. പക്ഷെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുരു പൊട്ടിയിട്ടുള്ള ഡാർക്ക് സ്പോട്ടുകൾ വന്നാൽ പോലും അതിന് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാറാനും പോകുന്നില്ല, നല്ല രീതിയിൽ കൂടാനുള്ള കാരണങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാന്ന് പറയുമ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ ഇടാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മേടിച്ചിട്ട് ചിലപ്പം അതും നമുക്ക് കൂടുതൽ വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൊണ്ടുപോകും. കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയാന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എല്ലാ വീഡിയോസിനകത്തും ഞാൻ പറയാറുണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും എങ്ങനെയാണ് ഒരു സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങളൊരു സ്കിൻ കെയർ റൊട്ടീൻ അല്ലെങ്കിൽ സ്കിന്നിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കെയർ ചെയ്ത് തുടങ്ങണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്തുവെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നൈറ്റിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷോ കണ്ടു തുടങ്ങിയേ ഒരു മിനിറ്റ്, ഏതെങ്കിലും ഒരു ഫേസ് വാഷോ ക്ലെൻസറോ എടുക്കുക. മുഖം മുടി കെട്ടി വെച്ചിട്ട് നല്ല രീതിയിൽ മുടി കെട്ടി വെക്കുക. ഇങ്ങനെ ഒന്നും ഇടണ്ട, നല്ല രീതിയിൽ മുടി കെട്ടി വെച്ചിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകുക. മുഖം കഴുകിയിട്ട് തന്നെ ഡ്രൈ ആവുക. ആവശ്യമില്ലാതെ ടവൽ യൂസ് ചെയ്തൊന്നും തുടങ്ങിയാൽ തന്നെ എയർ ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾ നേരെ മുഖം വെച്ച് കിടന്നുറങ്ങുക. ആവശ്യമില്ലാതെ മുഖത്ത് തൊടുകയോ ഒന്നും ചെയ്ത് നേരെ ഫേസ് വെച്ച് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും ഭയങ്കര എണ്ണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആയിരിക്കും. ഇനി ഭയങ്കര അവിടെ ഇവിടെ മാത്രം കുറച്ച് ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിന്നും, ഭയങ്കര നോർമൽ ആണെന്നുണ്ടെങ്കിൽ നോർമൽ സ്കിന്നും, പിന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കാൻ ഡ്രൈ സ്കിന്നുമാണ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, സെൻസിറ്റീവ് എന്ന് പറയുന്ന ഒരു സ്കിൻ ടൈപ്പ് അല്ല.
ഞാൻ കുറെ കമന്റ്സിൽ ഒക്കെ കാണാറുണ്ട്. ഒരുപാട് പേർക്കുള്ള സംശയമാണ്, സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഒരു സ്കിൻ ടൈപ്പ് അല്ല. സ്കിൻ ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരു സ്കിൻ ടൈപ്പ് അല്ല. മെയിൻ ആയിട്ട് നമുക്കുള്ള സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി, കോമ്പിനേഷൻ, നോർമൽ, ഡ്രൈ എന്നുള്ളതാണ്. ഇതിൽ 4ൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഏതെങ്കിലും സ്കിൻ ടൈപ്പിൽ തന്നെ സെൻസിറ്റീവ് ആയിരിക്കും. ആക്നെ പ്രോൺ ആണെങ്കിലും ആ സ്കിൻ ടൈപ്പ് അല്ല. അതും ഇതിനകത്ത് ഏതെങ്കിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക എന്നുള്ളത്. അല്ല, സെൻസിറ്റീവ് സ്കിൻ മാത്രമായിട്ട് ഒരു സ്കിൻ ടൈപ്പ് അല്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക. ഇനി സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ അല്ലെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്റെ ഫുൾ വീഡിയോ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായിട്ട് സ്കിൻ കെയർ റൂട്ടീൻ പറയുന്നുണ്ട്, ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള. അപ്പൊ ഫുൾ വീഡിയോകളൊന്നും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ റൂട്ടീൻ കിട്ടും. അതുപോലെ നിങ്ങളൊരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് വേറെ അധികമായിട്ടുള്ള സിറംസോ ക്രീമുകളോ ഒന്നും വേണ്ട. ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീൻ, ഈ 3 സാധനങ്ങൾ മാത്രം മതി. ഇത് മാത്രം മതി സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടാവാൻ. ഇത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി തന്നെ നല്ല രീതിയിലൊരു മാറ്റം ഉണ്ടാവും. പിന്നീട് ഭയങ്കര സിവിയർ ആയിട്ട് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂ വരുമെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ മാത്രം ട്രീറ്റ് ചെയ്യാനുള്ള സിറംസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഇത്രയും 10 സ്റ്റെപ്പ് 6 സ്റ്റെപ്പ് 7 സ്റ്റെപ്പ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ, ഫോണിൽ ചാർജിൽ ഞാനൊന്ന് കുത്തിയിട്ടിട്ട് വന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, ഫോൺ ഇത്തിരി ഒന്ന് ചാർജ് ആയി, ഇടയ്ക്ക് കറണ്ട് പോയി, ഞാനൊന്ന് ഉറങ്ങി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് പോലും ഞാൻ മറന്നുപോയി. നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങുക. അതാണ് ഏറ്റവും നല്ല കാര്യം. ഒരു വരുമ്പോഴേക്കും ചെയ്യണം, നല്ല ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുരു വരാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് മുഖം കഴുകരുത്. അത് ഞാൻ പറഞ്ഞെന്നാണ് തോന്നുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. ഒരുപാട് മുഖം കഴുകാതിരിക്കാം. കാരണം അത് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ചെയ്യാനും പെട്ടെന്ന് കുരു വരാനും പെട്ടെന്ന് ഉള്ള കുരുവിനെ കുളമാക്കാനും ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതും അവോയ്ഡ് ചെയ്യുക. പിന്നീട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ എനിക്ക് സ്റ്റിൽ ഉറക്കം വരുന്നു. പിന്നീട് ചെയ്യാൻ പറ്റുന്ന പറയുമ്പം തലയണക്കകത്ത് മുഖം വെച്ച് കിടക്കരുത്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ ഒരു ഭാഗത്ത് മാത്രമേ എനിക്ക് കുരുവുള്ളത്. നമ്മൾ ഇങ്ങനെ കിടന്നൊരു പരിവാകുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ മടുക്കും, അയ്യോ ഇങ്ങനെ കിടക്കും. അപ്പം ചരിഞ്ഞൊന്ന് കിടക്കുമ്പോൾ ഞാൻ കിടക്കുന്ന ചരിയുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ചരിഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് മാത്രം എനിക്ക് കുരു വരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കിടക്കരുത്. മാക്സിമം കഴിവതും നേരെ അങ്ങ് തല വെച്ച് കിടന്നാൽ മതി. അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഈ തലയണയ്ക്കകത്ത് ഭയങ്കര പണി കിട്ടാനുള്ള ഇതുണ്ട്. ഏറ്റവും കൂടുതൽ മുഖത്ത് കുരു വരുന്നത് തലയണയ്ക്കകത്തുനിന്നാണ്. അപ്പോൾ ഉള്ള കുരു കുളമാക്കാനും ഇത് തന്നെ മതി. അപ്പം അതുകൊണ്ട് കഴിവതും അത് അവോയ്ഡ് ചെയ്യുക. പിന്നീടെന്ന് പറയുന്നത് കിടന്നുറങ്ങുമ്പോൾ നിങ്ങളിപ്പം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് കിടന്നുറങ്ങുമ്പം മുടി കെട്ടിവെക്കും. നല്ല രീതിയിൽ മാറ്റവും. മുഖത്തുനിന്ന് വല്ല ബോയോ ഹെയർ ബാൻഡ് ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ. ഹെയർ ബാൻഡ് മീൻസ് പുറകോട്ട് വെക്കുന്ന ബാൻഡ് ഒക്കെ. ഈ ഒരു ഫോർഹെഡിലൊക്കെ തട്ടുന്ന രീതിയിലുള്ള ബാൻഡ് അധികം യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് കുരു വരും എന്നുള്ളത്. ഇനി അതിനെ നമ്മൾ ഏറെക്കുറെ കുരു വരുമ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടാത്തതും ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ കുറച്ച് പറഞ്ഞു തോന്നുന്നു. ഇനി നമ്മൾ കുരു വരുമ്പോൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. നമുക്ക് ഒരുപാട് സ്പോട്ട് ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെന്റ് എനിക്ക് ഏറ്റവും നല്ല സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ആക്നെ സ്ക്വാഡിന്റെ ഈ ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ സ്പോട്ട് ട്രീറ്റ്മെന്റ് നല്ല ടൈം എടുക്കും. ഇങ്ങനെ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒന്ന് കുരുവിന്റെ മണ്ടിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാത്രിയാണെങ്കിൽ ഒരു മരുന്ന് പോലൊന്ന് ആ കുരുവിന്റെ മണ്ടിൽ അപ്ലൈ ചെയ്ത് പതിയെ പെട്ടെന്ന് അങ്ങ് പോകും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പിമ്പിൾ പാച്ചുകൾ മേടിച്ചൊക്കെ ഭയങ്കര നല്ലതാട്ടോ. പിമ്പിൾ പാച്ചുകൾ മേടിച്ച് വെക്കുന്നത്, എനിക്കാണെങ്കിൽ പിമ്പിൾ പാച്ച് ഇപ്പോൾ തീർന്നു പോയി. എന്തായാലും മേടിച്ച് വെക്കുന്നത് ഭയങ്കര നല്ല. പിമ്പിൾ പാച്ച് ഉള്ള സമയത്ത് നമുക്കിതിങ്ങനെ
ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് തേച്ച് ഒന്ന് ഉണങ്ങിയിട്ട് പിമ്പിൾ പാച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വർക്കാവും. അപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം കുരു ഫുള്ളായിട്ട് അതിനകത്തുള്ള പസൊക്കെ ഇളകി ഈ പിമ്പിൾ പാച്ചിൽ വരും. നമുക്ക് ഒരുപാട് വലിയ സൈസുള്ള പിമ്പിൾ പാച്ചുകളും ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. അത് ഭയങ്കര വെർത്തായിട്ടുള്ള സംഭവം കേട്ടോ. അപ്പം ഒന്ന് മേടിച്ച് എനിക്ക് തോന്നുന്നു 150 രൂപയുടെ കണ്ടറിൽ ഒരുപാട് നല്ല പിമ്പിൾ പാച്ചുകളുണ്ട്. അപ്പം അതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപകാരമായിരിക്കും. അപ്പം പിമ്പിൾ പാച്ചുകൾ മേടിക്കുക. പിന്നെയെന്ന് പറയുമ്പം നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി 2 തരം കുരുക്കൾ, 2, 3, 4 ഒരുപാട് തരം കുരുക്കളുണ്ട്. നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, കുഞ്ഞു കുഞ്ഞു വെള്ള കുരുക്കളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അത്ര വലിയ സിവിയർ അല്ലാത്ത കുരുക്കൾക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് സിറം കൊണ്ട് തന്നെ പോകും. മിനിമലിസ്റ്റിന് 2% സാലിസിലിക് ആസിഡ് സിറം ആഴ്ചയിൽ 3 തവണ മാത്രം നൈറ്റിൽ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക. അപ്പം ആഴ്ചയിൽ 3 തവണ കൂടുതൽ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ആവും. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. 3 തവണ മാത്രം അപ്ലൈ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര ചുമന്ന, എനിക്ക് വരുന്ന പോലെ ഭയങ്കര ചുമന്ന പഴുത്ത കുരുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡിന്റെ IP ജെല്ലുണ്ട്, 2.5% ഒക്കെ ആദ്യം യൂസ് ചെയ്യാവും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ്. അതും നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെന്റ് പോലെയും യൂസ് ചെയ്യാം. അല്ലാതെ ഫേസിൽ ആഴ്ചയിൽ 1 ദിവസമൊക്കെ ഞാൻ യൂസ് ചെയ്തുള്ളൂ. കാരണം അത് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി സിവിയർ ആയിട്ട് നമുക്ക് ഇഷ്യൂ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരാഴ്ചയിൽ 1 തവണ ഇട്ടിട്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ഇടും. ഇത് 2 ഇടുമ്പോൾ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ഇടാൻ നോക്കാം. അതുപോലെ ഇത് 2 ആണെങ്കിലും ഇടുന്ന സമയത്ത് എന്തെങ്കിലും പൊള്ളൽ, ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, ബേൺസ് അങ്ങനെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാൻ. നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ മേടിച്ച് ശ്രദ്ധിക്കേണ്ടത് 17 വയസ്സ് എബോ ഉള്ളവരെ ഇതിലേതും യൂസ് ചെയ്യാവൂ. അത് ഞാൻ വളരെ നിർബന്ധമായിട്ട് പറയുന്ന കാര്യമാണ്. ഇതിന് താഴെയുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് അവർ പറയും. അപ്പം മാത്രം. അത് മാത്രമല്ല ഞാൻ പറയാം, നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പുണ്ട് നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് മാത്രം പോകാൻ നോക്കുക. അല്ലാതെ അറിയാത്ത ഒരാളോട് പോകരുത്. കാരണം കുറേ ആയി പണി കിട്ടുന്നതും പോയിട്ട് മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്താണോ നിങ്ങൾ പോകണമെന്നുള്ളത് നോക്കിയിട്ട് മാത്രം പോവുക. അല്ലാതെ നിങ്ങൾ ഈ ഒരു 17 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊന്നും അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ളവരൊന്നും തന്നെ ട്രീറ്റ് ചെയ്യാൻ നോക്കരുത് അധികം. ഇതുപോലെ നിങ്ങൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അല്ലെന്നുണ്ടെങ്കിൽ ക്ലെൻസറൊക്കെ തന്നെ മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു സീറം അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ക്രീം, ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഫാർമസി പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിവതും ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് പണി തരാനുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതുപോലെ ആവശ്യമില്ലാതെ ഹോം റെമഡീസ് ഒന്നും പരീക്ഷിച്ച് സ്കിന്ന് കളയരുത്. നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുള്ള ഹോം റെമഡീസുകൾ മാത്രമേ മുഖത്തൊക്കെ പരീക്ഷിക്കാവൂ. അതേപോലെ കഴിവതും മധുരം കുറയ്ക്കുക. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന, കുഞ്ഞുങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം കഴിവതും മധുരം കുറയ്ക്കുക. പിന്നീട് ഒരു ജിഞ്ചർ ഷോട്ട് ഞാൻ മിക്കപ്പോഴും കുടിക്കുന്ന ഒരു സംഭവമാണ്. ജിഞ്ചർ ഷോട്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു ഇഞ്ചിയുടെ ബ്ലോക്ക് ഞാനൊന്ന് ജ്യൂസ് ആക്കിയിട്ട് അത് ചൂടുവെള്ളത്തിനകത്ത് ഒഴിക്കും. എന്നിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി കുരുമുളക് പൊടി, ജസ്റ്റ് ആ മഞ്ഞൾപ്പൊടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിനോ, അങ്ങനെ ടേസ്റ്റിനൊന്നും വേണ്ട, എന്നാലും ടേസ്റ്റിന് വേണ്ടിയിട്ട് വല്ല ഓറഞ്ചോ നാരങ്ങ വേണമെങ്കിൽ ചേർക്കാം. കാരണം നിങ്ങൾക്ക് അധികം പിടിക്കാത്ത ടേസ്റ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ആ ഒരു ചൂടോടെ, ഇളം ചൂടോടെ ഞാൻ അത് വെറും വയറ്റിൽ രാവിലെ കുടിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് എക്സ്ട്രീംലി നല്ല ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അതിലൊന്ന് മാനേജ് ചെയ്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ആ ഒരു സാധനങ്ങളൊക്കെയാണ്. നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഡെയിലി കുടിക്കാൻ നോക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നീട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഇനി ഞാൻ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു, നല്ല ഡയറ്റ് ഉണ്ട്, നല്ല സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞ പോലും നമുക്ക് കുരു വരാതിരിക്കില്ല. ഒരുപാട് അധികം റീസൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും റീസൺസ് ഉണ്ട് കുരു വരാൻ. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, PCOD, അങ്ങനെ ഒരുപാട് അധികം. നമ്മൾ ഈവൻ നമ്മൾ ജസ്റ്റ് മുഖത്ത് തൊടുക, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, എല്ലാം കുരു വരും. എല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ, ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ടതാണ്. നിങ്ങൾക്ക് നല്ല സ്കിൻ കെയർ റൂട്ടീൻ, നിങ്ങളുടെ മുഖത്തൊരു കുരു ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ള സംഭവം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് നല്ല സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞൊരു കുരു വരാതിരിക്കില്ല. നല്ല ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞൊരു കുരു വരാതിരിക്കില്ല. നല്ല ജിമ്മിൽ പോകുന്നെന്ന് പറഞ്ഞ കുരു വരാതിരിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാടധികം റീസൺസ് ഉണ്ട് കുരു വരാൻ. സോ കുരു വരുമ്പോഴേക്കും പാനിക് ആവുമൊന്നും വേണ്ട.
സമാധാനമായിട്ടിരിക്കും. നിങ്ങൾക്കിപ്പോൾ നല്ല സ്കിൻ കെയർ തൊട്ട് നല്ല ക്ലിയർ ആയിട്ട് സ്കിൻ ഇരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കുരു വരുമ്പോഴേക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് പാനിക്കാവും. നമുക്കിപ്പോൾ എനിക്ക് തന്നെ നല്ല ക്ലിയർ ആയിട്ട് സ്കിൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു കുരു വരുന്നത്. ഇപ്പം എനിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ആയിരിക്കും, ഒരു ദേഷ്യമായിരിക്കും. കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂർ ഫീൽ ആയിരിക്കും. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക, അത്രയും പേഷ്യൻസ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക. എന്നാലും നമുക്ക് ഭയങ്കര ഇപ്പം നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് എടുത്ത് ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാലും നമുക്ക് കുരു വേഴ്സാവും, കുരു കൂടും. അതൊരു കാര്യം കേട്ടോ. നല്ല രീതിയിൽ സ്ട്രെസ്സുള്ള, നല്ല രീതിയിൽ പഠിക്കാനൊക്കെ നല്ല രീതിയിൽ സ്ട്രെസ്സൊക്കെ ഉള്ള പിള്ളേർക്കാണെങ്കിൽ കുരു നല്ലോണം വരും. അപ്പം അതും ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ കഴിവതും കുരുക്ക് വരുമ്പോൾ മാക്സിമം സമാധാനമായിട്ടിരിക്കുക. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പതിയെ അതിനെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുക, പതിയെ അതിനെ കളയുക. അതിന് ഡാർക്ക് സ്പോട്ടുകളൊക്കെ വരും, അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതിന് നല്ല മാസങ്ങളെടുക്കും അത് മാറാൻ വേണ്ടിയിട്ട്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് പതിയെ കളയുക. ഇനി നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ലേസർ ട്രീറ്റ്മെൻറ്റുകൾ പ്രിഫർ ചെയ്യാം. അത് നല്ലൊരു ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾ ലേസർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തിരി കോസ്റ്റ്ലി ആണ്. എനിക്ക് തോന്നുന്നു ഒരു 5000 രൂപയൊക്കെ അത്യാവശ്യം നല്ല ലേസർ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാം. അല്ലാതെ കഴിവതും വേറെ വേറെ ആയിട്ടുള്ള പരിപാടികളൊന്നും നോക്കാതിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീമുകൾ കൊണ്ട് ഒരാഴ്ച കൊണ്ട് പോകണം, അങ്ങനത്തെ പരിപാടികളൊന്നും കഴിവതും അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും പറയുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വീഡിയോ ഇടുമ്പോഴും ഞാൻ പറയാം. ഓക്കെ, ഇത് മാത്രമല്ല, കുരു മാറ്റാനായിട്ടുള്ള വേറെ ഇതിനെക്കുറിച്ച് മാത്രം, കുരു മാറ്റാൻ മാത്രം ആയിട്ട് പറയുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. എൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കാം. ആവശ്യമില്ല അതുള്ള ക്രീമുകളോ വൈറ്റനിങ് ക്രീമുകളോ ഗ്ലോ ക്രീമുകളോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ചോദിച്ചാൽ മതി. ബൈ.